മക്കളെ നമുക്കൊരു അടിപൊളി ചോക്ലേറ്റ് ലാവ കേക്ക് ഉണ്ടാക്കിയാലോ? എന്നാ വരും. അതിനായിട്ട് നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിഞ്ച് സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആവേ. 2-3 തവണ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 എഗ്ഗ്, 1/2 കപ്പ് പൗഡർ ഷുഗർ എടുത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് വാം വാട്ടർ എടുത്തിട്ട് ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഡ്രൈ പൗഡർ മിക്സ് എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ് ഒന്ന് പാർന്ന് കൊടുക്കുക. ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 35-40 മിനിറ്റ് ആട്ടോ. കുക്കറിലാണ്. ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്കുള്ള ഗനാഷിനായിട്ട് 1/4 കപ്പ് ചൂടുപാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 കപ്പ് ചോക്ലേറ്റും കൂടി ചേർത്ത് ഗനാഷ് തയ്യാറാക്കി കേക്കിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുന്നത്. അതിലാണ് നമ്മൾ ലാവ പുറത്തേക്ക് വരുന്നില്ല ടൈപ്പിൽ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അതേ മിക്സിനെ ഞാൻ കേക്കിൻ്റെ പുറത്തു കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അതിൽ കൊടുക്കാം കേട്ടോ. ഏത് കൊടുത്താലും നല്ല ഭംഗിയാണ്. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, മിൽക്ക് മെയ്ഡ് വെച്ച് ഒന്ന് ഒരു സൈഡ് ലൈനും കൂടി ഇട്ട് കൊടുത്തു. ഫിനിഷായി. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. ചാനൽ ഇഷ്ടമായ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.